ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിൻ്റെ തികച്ചും അപ്രതീക്ഷിതവും ഉദ്വേഗജനകവുമായ ഒരു പുതിയ സ്റ്റോറി റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭാസ്കറിൻ്റെ ആദ്യ ഭാര്യ വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയി എന്നാണ് നാട്ടുകാരും സുഭാഷും സുധീഷും ഹരീഷും അടക്കം എല്ലാവരും വിശ്വസിച്ചിരുന്നത്. എന്നാൽ കഥയെ ആകെ കീഴ്മേൽ മറിച്ചുകൊണ്ട് ആ ഒരു സത്യം പുറത്തു വരികയാണ്. ഭാസ്കറിൻ്റെ ആദ്യ ഭാര്യ മരിച്ചിട്ടില്ല. അവർ തിരികെ വരുന്നതും തുടർന്നുണ്ടാകുന്ന നെഞ്ചിടിപ്പേറ്റുന്ന നിമിഷങ്ങളുമാണ് ഈ ഒരു എപ്പിസോഡിൽ പറയാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആരും വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കണേ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. അമ്മയെ കാണാനായിട്ട് ഒരുപാട് കൊതിക്കുന്ന നികേഷിൻ്റെ സങ്കടം കാണുമ്പോൾ നിധിയുടെ മനസ്സ് അലയാണ്. നികേഷിൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടെന്ന് മനസ്സിലാക്കുന്ന നിധി നേരെ ഭാസ്കറിൻ്റെ അടുത്തെത്തി ചോദിക്കുന്നുണ്ട്, അച്ഛനറിയാമല്ലോ അവരെവിടെയാണുള്ളതെന്ന്. നികേഷിന് അവൻ്റെ അമ്മയെ കാണാനായിട്ട് ഒരുപാട് ആഗ്രഹമുണ്ട്. അച്ഛനറിയാമെങ്കിൽ അവനെ അമ്മയെ ഒന്ന് കാണിച്ചു കൊടുത്തുകൂടെ എന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു ചോദ്യം കേട്ടതും ഭാസ്കരൻ വല്ലാതെ തന്നെ ദേഷ്യപ്പെടുന്നുണ്ട് നിധിയുടെ നേരെ. നീ അവരെക്കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടരുത്, എന്നെ ഉപേക്ഷിച്ച് പോയവളാണ് അവൾ. എന്നാൽ അച്ഛനെ പേടിച്ചിട്ടാണ് അമ്മ ഓടിപ്പോയതെന്ന് നാട്ടുകാരെ പറയുന്നത് കാര്യം നിധി സൂചിപ്പിക്കുമ്പോൾ നാട്ടുകാരങ്ങനെ പലതും പറയും. അതൊക്കെ സത്യമാണോ എന്ന് നിനക്കറിയാമോ എന്ന് ചോദിച്ച ഭാസ്കരൻ ആ ഒരു സംസാരം അവിടെ അവസാനിപ്പിക്കുന്നുണ്ട്. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. ഓഫീസിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് നിധി വീണ്ടും നികേഷിൻ്റെ അമ്മയെ യാദൃശ്ചികമായിട്ട് കാണുകയാണ്. ഇത്തവണ അവരെ വിടാൻ നിധി തയ്യാറല്ലായിരുന്നു. അവരെ ഫോളോ ചെയ്ത് അവരുടെ താമസ സ്ഥലം നിധി കണ്ടുപിടിക്കുന്നു. തുടർന്ന് സുധീഷുമായി ചേർന്ന് അവരെ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് നിധി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഭാസ്കരൻ പറഞ്ഞതുപോലെ അവരൊരു ഒന്നൊന്നര ഫ്രോഡ് തന്നെയായിരുന്നു. മറ്റൊരാളോടൊപ്പം താമസം തുടങ്ങി അവർക്ക് ഇപ്പോൾ ഒളിവിൽ കഴിയാനായിട്ട് ഒരു വീടും കുറച്ച് പണമൊക്കെ ആവശ്യമായിരുന്നു. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കൂടെയുണ്ടെന്ന് നിധിയും സുധീഷും പറയുമ്പോൾ പണം തട്ടാം എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അവർ കിളിക്കൂട്ടിലേക്ക് വരാനായിട്ട് തയ്യാറാകുന്നത്. അങ്ങനെ അമ്മയെ കണ്ടതും നികേഷാണെങ്കിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നുണ്ട്. എന്നാൽ ഭാസ്കരൻ നിധിക്ക് നേരെ പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത്. നിനക്ക് എന്തിൻ്റെ കേടാണ്? എന്തിനാ അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? ഇതിൻ്റെ ഫലം നീ അനുഭവിക്കും. ഇവൾ ആരാണെന്ന് നിനക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ്. ഭാസ്കരൻ ആ സ്ത്രീയോട് ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നീ വീണ്ടും ഇങ്ങോട്ട് വന്നത്? ഇവിടുത്തെ സ്വസ്ഥത കളയാനാണോ എന്ന്. എന്നാൽ അവരോ വളരെ നിഷ്കളങ്കമായിട്ട് ഭാസ്കരേട്ടൻ ഇപ്പോഴും എന്നോടുള്ള ദേഷ്യം മാറിയില്ലേ എന്ന് ചോദിച്ച് അഭിനയിക്കുകയാണ്. പക്ഷേ അധികം വൈകാതെ തന്നെ അവരുടെ കള്ളത്തരം പുറത്താകുന്നുണ്ട്. 2-3 ദിവസത്തെ നിരീക്ഷണത്തിനൊടുവിൽ അവരുടെ സ്വഭാവത്തിൽ പന്തികേട് തോന്നിയ നിധി ആ വീട്ടിലെ പണം മോഷ്ടിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന നികേഷിൻ്റെ അമ്മയെ കൈയോടെ പിടികൂടുന്നു. ഭാസ്കരൻ പറഞ്ഞത് 100% സത്യമാണെന്നും ഇവർ പണത്തിന് വേണ്ടി മാത്രം വരുന്ന ഒരു തട്ടിപ്പുകാരിയാണെന്നും എല്ലാവർക്കും ബോധ്യപ്പെടുന്നു. അതോടെ മനസ്സ് നൊന്ന നികേഷ് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഏട്ടത്തി, ഇങ്ങനെ ഒരു അമ്മയാണെങ്കിൽ എനിക്ക് വേണ്ടായിരുന്നു, എനിക്ക് കാണുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്നു. ഈ വലിയ പ്രശ്നങ്ങൾക്ക് ശേഷമാണ് കഥയിൽ മറ്റൊരു ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. സുഭാഷും ഹരീഷും കരുതുന്നത് തങ്ങളുടെ അമ്മ മരിച്ചുപോയി എന്നാണ്. എന്നാൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അവർക്ക് ഇപ്പോഴും അറിയില്ല. ഒരു ദിവസം എല്ലാവരും ജോലിക്കും നിധി ഓഫീസിലേക്കും പോകുന്ന സമയത്ത് ഭാസ്കരൻ വീട്ടിലെ പഴയൊരു തടിപ്പെട്ടി തുറന്ന് വല്ലാതെ വെപ്രാളത്തോടെ എന്തൊക്കെയോ തപ്പിയെടുക്കുന്നു. എന്നാൽ ഇതേ സമയം ഫോൺ മറന്നു വെച്ചതിനാൽ അതെടുക്കാനായിട്ട് നിധി അങ്ങോട്ട് തിരികെ വരുന്നുണ്ട്. അച്ഛൻ പെട്ടിയിൽ തപ്പുന്നത് നിധി ജനലിലൂടെ കാണുകയാണ്. പെട്ടെന്ന് നിധിയെ കണ്ടതും ഭാസ്കരൻ വല്ലാതെ പരിഭ്രാന്തനായിട്ട് ചോദിക്കുന്നുണ്ട്, മോളെന്താ ഓഫീസിൽ പോകാതെ ഇവിടെ? ഞാൻ ഫോൺ എടുക്കാൻ മറന്നു വെച്ചാ. ഉടനെ തന്നെ ഭാസ്കരൻ ആ പെട്ടി പൂട്ടി. എന്നാൽ ഫോൺ എടുത്തിട്ട് പെട്ടെന്ന് പോകാൻ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വെപ്രാളത്തോടെ സൈക്കിളും എടുത്ത് പുറത്തേക്ക് പോകുന്നു. അച്ഛൻ തന്നിൽ നിന്നും എന്തോ ഒളിക്കുന്നുണ്ടെന്ന് നിധിക്ക് ഉറപ്പായി. നിധി നേരെ അകത്ത് കയറി ആ പഴയ പെട്ടി തുറന്നു നോക്കുന്നു. അതിൽ നിന്നും ഭാസ്കരനും ഭാര്യയും തമ്മിലുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള ചില പഴയ ഫോട്ടോകളൊക്കെ നിധിക്ക് ലഭിക്കുന്നുണ്ട്. മുൻപ് കണ്ട ഫോട്ടോകളുടെ കൂട്ടത്തിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് നിധി ഓർക്കുന്നുണ്ട്. അതിനോടൊപ്പം ഒരു ചെറിയ ഡയറിയും അതിലൊരു അഡ്രസ്സും നിധി കാണുന്നുണ്ട്. അത് മറ്റൊന്നും ആയിരുന്നില്ല, നിധിയുടെ സ്വന്തം നാട്ടിലുള്ള തക്കല എന്ന സ്ഥലത്തെ ഒരു അഡ്രസ്സായിരുന്നു അത്. ഇതെങ്ങനെ ഇവിടെ വന്നു? അച്ഛന് തൻ്റെ നാട്ടിൽ ആരെയാണ് പരിചയം? ഈ ചോദ്യങ്ങളുമായിട്ട് നിധി ഓഫീസിലേക്ക് പോകുന്നു. നിധിയുടെ മനസ്സിൽ സംശയങ്ങളൊക്കെ 100 കൂട്ടം സംശയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അച്ഛനമ്മയെ കൊന്നതാണോ? കൊന്നതാണെങ്കിൽ ബോഡി എവിടെയാണ് മറവ് ചെയ്തത്? എന്തിനാണ് അച്ഛൻ ഇത്രയൊക്കെ ടെൻഷൻ അടിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിധിയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. പിന്നീട് സങ്കടത്തോടെയും ചിന്താകുലയായും ഇരിക്കുന്ന നിധിയോട് കൂട്ടുകാർ ചോദിക്കുന്നുണ്ടെങ്കിലും നിധി ഒന്നും വിട്ടു പറയുന്നില്ല. പിറ്റേന്ന് രാവിലെ നിധി നേരെ സുഭാഷിൻ്റെ അടുത്തെത്തി കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിക്കുന്നു. അല്ല സുഭാഷ് ഏട്ടാ, നിങ്ങൾ അമ്മയുടെ ബോഡി കണ്ടിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല മോളെ, അതൊക്കെ 10-20 വർഷം മുൻപല്ലേ. അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന് എനിക്കറിയില്ല. അച്ഛൻ കടലിൽ താഴ്ത്തിയെന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. പിന്നെ എങ്ങനെയാണ് അച്ഛനെ പോലീസ് ശിക്ഷിച്ചത്? അന്ന് ഇന്നത്തെ പോലെ വലിയ സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ. എല്ലാവരും ചേർന്ന് അച്ഛൻ്റെ പേരിൽ കേസെടുത്തു. ബോഡി എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കടലിൽ ഒഴുക്കിക്കളഞ്ഞു എന്നാണ് അച്ഛൻ പോലീസിനോട് പറഞ്ഞത്.
സുഭാഷ് ഇത് പറയുമ്പോൾ തന്നെ നിധി ഉറപ്പിച്ചു പറയുന്നുണ്ട്, അച്ഛൻ അമ്മയെ ഒരുപാട് സ്നേഹിച്ചിരുന്നു, അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല, ഇതിലെന്തോ ഒരു വലിയ രഹസ്യമുണ്ട്. അങ്ങനെ നിധിയുടെ സംശയങ്ങൾ ബലപ്പെടവേ 2 ദിവസങ്ങൾക്ക് ശേഷം ആ ഒരു വലിയ അത്ഭുതം സംഭവിക്കുകയാണ്. അന്ന് പുലർച്ചെ നിധി ഉണർന്നു വരുമ്പോൾ ഉമ്മറത്ത് സാരി തലയിൽ പുതിച്ചുകൊണ്ട് ഒരു സ്ത്രീ നിൽക്കുന്നത് കാണുന്നുണ്ട്. ഭയത്തോടെ നിധി ആരാ, എന്തു വേണമെന്ന് ചോദിക്കുന്നു. ആ സ്ത്രീ മുഖത്തു നിന്നും സാരി മാറ്റിയത് നിധി ഭയന്ന് പിന്നോട്ട് മാറി സുഭാഷിനെ വിളിക്കുന്നുണ്ട്. ശബ്ദം കേട്ട് സുഭാഷും ഹരീഷും നികേഷും സുധീഷും എല്ലാം ഉണർന്നു വരുന്നു. വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയി എന്ന് വിശ്വസിച്ച തങ്ങളുടെ സ്വന്തം അമ്മയാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് കണ്ട് സുഭാഷ് അമ്പരന്ന് നിൽക്കുന്നുണ്ട്. ഈ സമയം കണ്ണു തിരുമ്മി ഉമ്മറത്തേക്ക് വരുന്ന ഭാസ്കരൻ ആ ഒരു സ്ത്രീയെ കണ്ട് ഞെട്ടിത്തെറിച്ചു പോകുന്നുണ്ട്. ഓ, നീ തിരിച്ചു വന്നോ? നീ എന്നെ കൊന്നുവെന്ന് പറഞ്ഞാണ് നാട്ടുകാർ എന്നെ വർഷങ്ങളോളം ജയിലിലടച്ചത്. ഇപ്പോൾ എന്താ തിരിച്ചു വരാൻ കാരണമെന്ന് ഭാസ്കരൻ ദേഷ്യത്തോടെ അവരോട് ചോദിക്കുന്നു. സുഭാഷും സുധീഷും ഹരീഷും ആണെങ്കിൽ ഒന്നും മനസ്സിലാകാതെ അമ്പരന്ന് നിൽക്കുമ്പോൾ ഭാസ്കരൻ ആ ഒരു വലിയ സത്യം വെളിപ്പെടുത്തുകയാണ്. ഭാസ്കരൻ പറയുന്നുണ്ട്, മക്കളെ, നിങ്ങളെ പ്രസവിച്ച തള്ളയാണിത്. ഇവളെ കൊന്നുവെന്ന് ആരോപിച്ചിട്ടാണ് എന്നെ പോലീസ് ജയിലിലിട്ടത്. അന്നും ഇന്നും ഞാൻ അനുഭവിച്ച വേദനകൾ ആരും അറിഞ്ഞിട്ടില്ല. നിന്റെ വീട്ടുകാരും ജീവന് തുല്യം സ്നേഹിക്കുന്ന നിന്റെ ആങ്ങളെയും കാരണം നീ 3 മക്കളെയും ഉപേക്ഷിച്ച് അവരുടെ കൂടെ പോയി. അവർ നിന്നെ എവിടെയോ ഒളിപ്പിച്ചു. നാട്ടുകാർ എന്നെ കൊലപാതകയാക്കി. തുടർന്ന് നികേഷിൻ്റെ കാര്യവും ഭാസ്കരൻ വെളിപ്പെടുത്തുന്നു. നികേഷിൻ്റെ അമ്മ ഭാസ്കരൻ്റെ ഭാര്യയല്ലായിരുന്നു. വഴിയരികിൽ വെച്ച് ഒരു സഹായം ചോദിച്ച് ലോറിക്ക് മുന്നിലേക്ക് ചാടിയ ഒരു സ്ത്രീയായിരുന്നു അവർ. അവളുടെ കയ്യിലുണ്ടായിരുന്ന കുഞ്ഞാണ് നികേഷ്. അവൾ ആ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ച് കടന്നു കളയായിരുന്നു. അനാഥയായ ആ കുഞ്ഞിനെ സ്വന്തം മകനെ പോലെ വളർത്തുകയാണ് ഭാസ്കരൻ ചെയ്തത്. ഇത് കേട്ടതോടെ നികേഷ് ആകെ തകർന്നു പോകുന്നുണ്ട്. താൻ ഈ കുടുംബത്തിലെ അംഗമല്ല എന്നുള്ളൊരു സത്യം നികേഷിനെ വേദനിപ്പിക്കുന്നു. എന്നാൽ നിധി നികേഷിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. നികേഷ്, നീ വിഷമിക്കരുത്. സ്വന്തം ചോരയല്ലാതിരുന്നിട്ടും സ്വന്തം മക്കളെ പോലെ, മകൻ എന്ന പോലെ നിന്നെ വളർത്തിയ വലിയ മനുഷ്യൻ്റെ മനസ്സ് നീ കാണാതിരിക്കരുത്. തനിക്ക് അഭയം തന്ന ഭാസ്കരൻ്റെ മഹത്വം ഓർത്ത് നികേഷ് കരയുന്നുണ്ട്. താൻ അനുഭവിച്ച ക്രൂരമായ തടവറവാസത്തെക്കുറിച്ച് അമ്മയും വെളിപ്പെടുത്തുന്നു. വലിയൊരു പണക്കാരൻ കുടുംബത്തിലെ അംഗമായിരുന്ന അമ്മയെ ഒരു ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടിയതിൻ്റെ പേരിൽ സ്വന്തം ആങ്ങള അമ്മയ്ക്ക് സുഖമില്ലെന്ന് കള്ളം പറഞ്ഞ് വിളിച്ചുകൊണ്ടുപോയി ഒരു ഇരുട്ടുമുറിയിൽ 25 വർഷത്തോളം പൂട്ടിയിടുകയായിരുന്നു. അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടാണ് അവരിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അമ്മ അനുഭവിച്ച യാതനകൾ കേട്ട് സുഭാഷും ഹരീഷും സുധീഷൊക്കെ പൊട്ടിക്കരയുന്നുണ്ട്. ഒടുവിൽ ഭാസ്കരൻ്റെ ഭാര്യയും പരസ്പരം കെട്ടിപ്പിടിച്ചു കരയുന്നു. അച്ഛനെക്കുറിച്ചുള്ള എല്ലാ തെറ്റിദ്ധാരണകളും മാറുകയാണ്. അങ്ങനെ മരിച്ചുപോയി എന്ന് വിശ്വസിച്ച അമ്മ തിരിച്ചെത്തിയതോടെ കിളിക്കൂട്ടിൽ വീണ്ടും സന്തോഷം തിരിച്ചെത്തുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ തന്നെ ഈ വിവരം നാട്ടിലാകെ പാട്ടാകുന്നു. തന്നെ കൊലപാതകിയാക്കി ജയിലിലടച്ച നാട്ടുകാർക്ക് മുന്നിൽ ഭാസ്കരൻ തലയുയർത്തി തന്നെ നിൽക്കുന്നുണ്ട്. തുടർന്ന് ഹരീഷിൻ്റെയും നീതുവിൻ്റെയും വിവാഹത്തിന് എല്ലാവരും സമ്മതിക്കുന്നു. സുഭാഷിന് അനുയോജ്യയായ ഒരു പെൺകുട്ടിയെ കണ്ടെത്തി വിവാഹം കഴിപ്പിക്കാനും അവർ തീരുമാനിക്കുന്നു. ഇതിനിടയിൽ സുധീഷിൻ്റെയും നിധിയുടെയും വിവാഹം കഴിഞ്ഞ് അവർ യഥാർത്ഥ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് സന്തോഷത്തോടെ ജീവിക്കാനും തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വീണ്ടും ആ കിളിക്കൂട് സന്തോഷത്താൽ നിറയുന്ന അതീവ ഹൃദ്യമായിട്ടുള്ള എപ്പിസോഡുകളാണ് ഇനി വരാനായിട്ട് പോകുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു കിടിലൻ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. താങ്ക്